ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൂസ് പോലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ജോബിനെ കുറിച്ചാണ്. ആദ്യത്തെ ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ജോബ്, അതുപോലെ പെയിൻറ്റിങ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ പെയിൻറ്റിങ് ക്യൂസി, അതുപോലെ തന്നെ സാൻഡ് ബ്ലാസ്റ്റിങ്. ഈ 4 ജോബുകളെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ 4 ജോബ് നിങ്ങൾക്ക് ഈ സൗദി അറേബ്യയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്ട് ഈ ജോബുകൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്രൂവൽ എടുക്കുന്നത് എന്നത്തെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ജോബ് എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ജോബാണ്. പെയിൻറ്റിങ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ പെയിൻറ്റിങ് ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ജോബാണ്. എന്ത് ചെയ്യും, ഒരു സൈറ്റൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഇല്ലേ, അതൊക്കെ കേടുപാട് കൂടാതെ സൂക്ഷിക്കുന്നത് പെയിൻറ്റ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിന് വേണ്ടി പെയിൻറ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. പിന്നെ ഒരു 4-5 വർഷം കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ റീപെയിൻറ്റിങ് ചെയ്യേണ്ടി വരും. അത് കാരണം ഓയിൽ ആൻഡ് ഗ്യാസിൽ നമ്മുടെ ഈ പെയിൻറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു ജോബാണ്. അപ്പം നിങ്ങളൊരു പെയിൻറ്ററായിട്ട് സൗദി അരാംകോയുടെ അണ്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൗദി അരാംകോയുടെ അപ്രൂവലൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്രൂവലൊക്കെ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ QC വഴി അത് അരാംകോയ്ക്ക് സബ്മിറ്റ് ചെയ്യും. അരാംകോയ്ക്ക് സബ്മിറ്റ് ചെയ്ത് അവർ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ നേരെ നിങ്ങളെ ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂവിന് പോകണം. 2 തരത്തിലുള്ള പെയിൻറ്റിംഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്രഷ് പെയിൻറ്റിംഗ് ഉണ്ട്, ഒന്ന് സ്പ്രേ പെയിൻറ്റിംഗ് ഉണ്ട്. ആദ്യം നമുക്ക് ബ്രഷ് പെയിൻറ്റിങ്ങിന് പറയാം. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രതലം തരും. എന്ന് വെച്ചാൽ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ളൊരു പ്രതലം, ഒരു പൈപ്പോ എന്തെങ്കിലും തരും. അത് ചിലപ്പോൾ തുരുമ്പ് കാണും, ചിലപ്പോൾ പെയിൻറ്റ് പോയിട്ടുണ്ടായിരിക്കും. ആദ്യം നിങ്ങളൊരു പേപ്പറൊക്കെ പിടിച്ചിട്ടത് നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്ത് കാണിക്കണം അവരെ. ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്രഷ് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. വെച്ചാൽ നിങ്ങൾ ആ പെയിൻറ്റ് ചെയ്തതിനകത്ത് ഒരു ഭംഗി കാണണം. അവർ നോക്കുമ്പോൾ നല്ലൊരു ഭംഗി കാണണമെങ്കിൽ നിങ്ങൾക്കിത് അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം വരെയാണ് ഇതിൻ്റെ വാലിഡിറ്റി. ഈ നിങ്ങൾക്കൊരു അരാംകോയുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷമാണ് വാലിഡിറ്റി. നിങ്ങൾക്ക് 3 വർഷം വർക്ക് ചെയ്യാൻ പറ്റും. 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അത് റിന്യൂ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ അടുത്ത പറഞ്ഞതെന്ന് വെച്ചാൽ സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. സ്പ്രേ പെയിൻറ്റിങ്ങിനും നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പ്രതലം തരും. അത് എന്തെങ്കിലും ഡാമേജ് ഉള്ളതായിരിക്കും, എന്ന് വെച്ചാൽ തുരുമ്പിച്ചായിരിക്കും, അല്ലെങ്കിൽ പഴയ പെയിൻ്റൊക്കെ ഉള്ളതായിരിക്കും. അത് നിങ്ങൾ പേപ്പറൊക്കെ പിടിച്ച് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ അവിടെ സ്പ്രേ പെയിൻറ്റ് അടിച്ച് കാണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ചെയ്തതൊക്കെ അറിയാമല്ലോ. നിങ്ങൾ ആ ഗണ്ണനൊന്ന് കൂടുതൽ അമർത്തി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പെയിൻറ്റ് പോയിട്ടൊരു നിങ്ങൾ അടിക്കുന്ന പ്രതലം ഒരു കണ്ണുനീരൊക്കെ പോലെ വരും. അങ്ങനെയൊന്നും വരാൻ പാടത്തില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം വരെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതാണ്. പിന്നെ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അത് റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മുടെ അടുത്ത ജോബാണ് പെയിൻറ്റിംഗ് സൂപ്പർവൈസർ. നിങ്ങളൊരു പെയിൻറ്റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു 5 വർഷത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു പെയിൻറ്റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം, അതുപോലെ ഡ്രോയിങ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് നല്ലതായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ട് ഈവനിങ്ങിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കേണ്ടതുണ്ട്, അതൊക്കെ ഇംഗ്ലീഷിലായിരിക്കും. കാരണം പെയിൻറ്റിംഗ് സൂപ്പർവൈസറായിട്ട് നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അതുപോലെ A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് പിന്നെ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്നിട്ട് പെയിൻറ്റിംഗ് സൂപ്പർവൈസർ ആകുമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു 5 വർഷം പറയാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു പെയിൻറ്ററായിട്ട് നിങ്ങളൊരു 5 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ പെയിൻറ്റിംഗ് സൂപ്പർവൈസർ ആയിട്ട് പറ്റും നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ. പിന്നെ പെയിൻറ്റിംഗ് സൂപ്പർവൈസർ ആയിട്ട് നിങ്ങൾ അപ്രൂവൽ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിമാണ്. നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങളുടെ QC വഴി അരാംകോയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരത് അപ്രൂവൽ ആകും. എന്ന് വെച്ചാൽ അവർ ചെക്ക് ചെയ്തിട്ട് അപ്രൂവൽ ആകും. അപ്പോൾ അരാംകോ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ആദ്യം റിട്ടൺ എക്സാം ഉണ്ട്, അതൊരു 100-ലായിരിക്കും. അതിനകത്ത് 80 നിങ്ങൾ ശരിയാക്കണം. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരിക്കും. അതും നിങ്ങൾ പാസ്സാകണം. വെച്ചാൽ നിങ്ങൾക്ക് ആ തന്നതിനകത്തൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പം പെയിൻറ്റിംഗ് സൂപ്പർവൈസർ അല്ലേ, ഏതെങ്കിലും കാര്യം ചോദിച്ചാൽ കാര്യം മുഴുവൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അങ്ങനെ റിട്ടൺ എക്സാമും അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ പെയിൻറ്റിംഗ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മുടെ 3ാമത്തെ ജോബാണ് പെയിൻറ്റിംഗ് QC. നിങ്ങളൊരു പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡ്രോയിങ് നോക്കാൻ ഇംഗ്ലീഷൊക്കെ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഒരു പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഗ്രിയോ ഒരു ഡിപ്ലോമ വേണം നിങ്ങൾ പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾ പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെയ്സ് എന്നും പറഞ്ഞൊരു QC സംബന്ധമായ ഒരു കോഴ്സുകൾ കഴിഞ്ഞിരിക്കും. നെയ്സ് എന്ന് വെച്ചാൽ NASC എന്ന് പറഞ്ഞാൽ നെയ്സ് എന്നും പറഞ്ഞൊരു QC സംബന്ധമായ ഒരു കോഴ്സുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൗദി അരാംകോയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ നെയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീസ്. അത് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്. അത് അമേരിക്കൻ സ്റ്റാൻഡേർഡിലാണ് ഇത് വരുന്നത്. നേരത്തെയൊക്കെ ബികാസ് എന്ന് പറഞ്ഞൊരു QCയുടെ കോഴ്സാണ്. അതിപ്പോൾ സൗദി ഒന്നും ഇപ്പോൾ അപ്രൂവൽ ആക്കുന്നില്ല ഈ ബികാസ് എന്ന് പറഞ്ഞ കോഴ്സ്. ഇപ്പോൾ എല്ലായിടത്തും ഇല്ല. ഈ GC കൺട്രിയിലൊക്കെ എന്ന് വെച്ചാൽ നെയ്സ് എന്നും പറഞ്ഞൊരു QCയുടെ കോഴ്സാണ്. അത് കഴിച്ചാൽ മാത്രം നിങ്ങൾക്കൊരു പെയിൻറ്റിംഗ് QC ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
നിങ്ങൾ QC ആയിട്ട് വർക്ക് കഴിയുമ്പോഴും അപ്രൂവലൊക്കെ എടുക്കുന്ന സെയിം ആണ്. നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ അരാംകോയ്ക്ക് സബ്മിറ്റ് ചെയ്യണം. അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കും. അത് ഇതുപോലൊക്കെ തന്നെയാണ്. റിട്ടേൺ എക്സാം ഉണ്ട്, ഒരു 100 ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് 80 ശരിയാക്കണം. പിന്നെ ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെയിൻറ്റിങ് QC ആയിട്ട് അരാംകോയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമ്മുടെ 4ാമത്തെ ജോബാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ്. സാൻഡ് ബ്ലാസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പൈപ്പ് ലൈൻ എല്ലാം ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടി ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ഇത്ര വലിയ പൈപ്പ് ലൈൻ പേപ്പറൊന്നും പിടിക്കാനൊന്നും നടക്കുന്ന കാര്യമില്ല. അത് കാരണം അത് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊന്നും വേറെ പെർമിറ്റ് ഒന്നും കൊടുക്കുകയില്ല. ആ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നതോടെ മുഴുവൻ നമ്മൾ കവർ ചെയ്തിട്ടാണ് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ അതുപോലെ പൊടിയും കാര്യങ്ങളൊക്കെ വരും ഈ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുമ്പം. നിങ്ങളൊരു സാൻഡ് ബ്ലാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രൂവലൊക്കെ എടുക്കേണ്ടതുണ്ട്. ഈ സാൻഡ് ബ്ലാസ്റ്റൊക്കെ ഒന്നും അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ജോബ് ചെയ്യാനുള്ള കഴിവ് മതി. ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ആരാകുമ്പോൾ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പ്രതലം തരും. അതെല്ലാം നിങ്ങൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കാണിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്നത്. ഇതെല്ലാം 3 വർഷമാണ് ഇതിൻ്റെ അപ്രൂവലിൻ്റെ കാലാവധി. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.